സ്റ്റൈലിസ്റ്റ് ആൻഡ് ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം കേട്ടോ. അല്ലെങ്കിലും ആഗ്രഹങ്ങൾക്ക് നമുക്ക് അറുതിയൊന്നുമില്ലല്ലോ. അത് ഇഷ്ടം പോലെ ഇങ്ങനെ പരന്ന് നീണ്ട് കിടക്കല്ലേ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ റോഡ് നോട്ട് ടേക്കൺ പോലെ നമുക്ക് എല്ലാ വഴികളും അങ്ങനെ ലൈഫിൽ എടുക്കാൻ പറ്റില്ല. ആകെ ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ. പക്ഷെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ഭയങ്കര ഒരു എന്താ പറയാ മിറാക്കുലസ് ടൈം പീരീഡ് ആട്ടോ. ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസും ഉണ്ട്. കമ്മിങ് ടു ദ പോയിന്റ്, കോളേജിൽ വെൽഡ് ഡിപ്പാർട്ട്മെന്റ് ജർമ്മൻ ഡേയോടനുബന്ധിച്ചിട്ട് കുറച്ച് കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നു. ദാ ഞാൻ ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഹെയർ ഡു കോമ്പറ്റീഷൻ ആട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ സുന്ദരികളുടെ മുടിയും മുടിക്കെട്ടും ഒക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് കാലം ഇച്ചിരി പിന്നോട്ട് പോയോ എന്നൊരു സംശയം. അപ്പൊ അത് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. പണ്ട് 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 അയ്യോ അത്ര പണ്ടില്ല കേട്ടോ. LF കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ ഹെയർ ഡു കോമ്പറ്റീഷൻ എന്നിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നേ. ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാത്തിനും നിന്നില്ലേ, ഇലക്ഷന്, പരിപാടികൾക്ക്, ഡാൻസിന്, പാട്ടിന്, അങ്ങനെ എല്ലാം കൗതുകം ലേശം കൂടുതലാ. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷന് ഞങ്ങൾ പേര് കൊടുത്തു. കറുത്ത് ചുരുണ്ട മുടിയുള്ള ഇലിയാസണ്ണി ആട്ടോ എന്റെ വിക്ടിമായിരുന്നത്. പുള്ളിക്കാരത്തിന്റെ മുടിയിലാണ് ഞാൻ താജ്മഹൽ പണിതത്. അവിടെ ഈ കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റാമ്പ് വാക്കും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റാമ്പ് വാക്ക് ഒക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്കന്ന് സമ്മാനം കിട്ടിയില്ല. ഇപ്പൊ സങ്കടം തോന്നി. കാരണം അവർക്ക് അത്ര മോശമായിരുന്നില്ല എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ചങ്കുകൾക്കും ഉണ്ടായിരുന്നു. തോറ്റു കൊടുക്കാൻ നമുക്ക് പണ്ടേ മനസ്സില്ലല്ലോ. പിറ്റത്തെ വർഷവും നിന്നു. അതേ ലിയാസണ്ണി, അതേ ട്രീസ. എന്നിട്ട് നമ്മൾ ഹെയർ ഡോ ഒക്കെ ചെയ്ത് റാമ്പിൽ കയറി. കഴിഞ്ഞ വർഷം സമ്മാനം കിട്ടാത്തതിന്റെ ചെറിയൊരു ഈർഷ്യം, സെക്കൻഡ് ഇയർ ആയതിന്റെ തെല്ലൊരു അഹങ്കാരം കൊണ്ട് റാമ്പിൽ ലിയ തകർത്തു കേട്ടോ. നല്ല സൂപ്പർ കോൺഫിഡന്റ് ആയിട്ട് റാമ്പ് ഒക്കെ നടത്തി അങ്ങനെ ഇറങ്ങി. ആ വർഷത്തെ ഫസ്റ്റ് ഞങ്ങൾ അങ്ങ് തൂക്കി. ഈ കാണുന്നതേ എന്റെ തലയല്ല കേട്ടോ, ലിയാസണിന്റെ തലയാണ്. അതിലിരിക്കുന്ന പൂക്കളും ഞാൻ ഉണ്ടാക്കി തന്നെയാട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ലൈഫിൽ അങ്ങനെ എപ്പോഴും നമുക്കങ്ങനെ എല്ലാ ആഗ്രഹവും നടക്കണമെന്നില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആരോടെങ്കിലൊക്കെ ഇന്ന ഡ്രസ്സ് കൊള്ളാട്ടോ, ഇങ്ങനെ മുടിയിട്ട ഭംഗി ഉണ്ടാവട്ടോ, ഇന്ന കമ്മലായിരിക്കും ഏറ്റവും സ്യൂട്ട് ആവുക, ഇന്നെന്താ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ സ്റ്റൈലിസ്റ്റിന്റെ പ്രതിഫലനാന്ന് ചുമ്മാ കൂട്ടിയിട്ടെന്നോട് മാപ്പാക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.